Hi friends, welcome to English Mithra. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള മലയാളം സെന്റൻസസിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് എൻ്റെ കാറ് കേടായി. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? എൻ്റെ കാറ് കേടായി. അപ്പം നമുക്ക് കാർ എന്നുള്ളതിന് എൻ്റെ കാർ എന്നുള്ളതിന് മൈ കാർ എന്ന് പറയാം. പക്ഷെ കാറ് കേടായി എന്ന് എങ്ങനെ നമ്മൾ പറയാ ഇംഗ്ലീഷിൽ? കുറച്ച് കൺഫ്യൂസിങ് ആണ് അല്ലേ? അപ്പോൾ കാറ് കേടായി എന്നുള്ളതിന് നമുക്ക് ബ്രേക്ക് ഡൗൺ എന്ന് പറയാം. അപ്പം എൻ്റെ കാറ് കേടായി എന്നുള്ളത് നേരത്തെ കഴിഞ്ഞൊരു കാര്യമല്ലേ. അപ്പം മൈ കാർ ബ്രോക്ക് ഡൗൺ എന്ന് പറയാം. മൈ കാർ ബ്രോക്ക് ഡൗൺ എന്ന് വെച്ചാൽ എൻ്റെ കാറ് കേടായി. ഇനിയിപ്പോൾ കാറ് മാത്രമല്ല, ഏതെങ്കിലും ഒരു മെഷീൻ, നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് ബ്രോക്ക് ഡൗൺ ആയി എന്ന് പറയാം. ഓക്കെ, അതായത് അത് കേടായി, അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെന്റൻസിലോട്ട് കിടക്കാം. നമ്മുടെ നെക്സ്റ്റ് സെന്റൻസ് ആണ് എനിക്കിനി ഈ കാറിനെ ആശ്രയിക്കാൻ കഴിയില്ല. എനിക്കിനി ഈ കാറിനെ ആശ്രയിക്കാൻ കഴിയില്ല കാരണം കാറ് കേടായി, അതുകൊണ്ട് എനിക്കിനി ഈ കാറിനെ ആശ്രയിക്കാൻ കഴിയില്ല. ഇവിടെ എനിക്കിനി ഈ കാറിനെ ആശ്രയിക്കാൻ കഴിയില്ല. ആശ്രയിക്കുക, ഇതിനെന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ആശ്രയിക്കുക എന്നുള്ളതിന് കുറച്ച് കൺഫ്യൂസിങ് ആണ് അല്ലേ? ആശ്രയിക്കുക എന്നുള്ളത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്നെങ്കിൽ നമുക്ക് ഡിപ്പെൻഡ് ഓൺ എന്ന് പറയാം, അല്ലെങ്കിൽ റിലേ ഓൺ എന്ന് പറയാം. ഒന്നെങ്കിൽ ഡിപ്പെൻഡ് ഓൺ എന്ന് പറയാം, അല്ലെങ്കിൽ റിലേ ഓൺ എന്ന് പറയാം. ഈ സെൻറ്റൻസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എനിക്കിനി ഈ കാറിനെ ആശ്രയിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് cannot എന്ന പദപ്രയോഗം യൂസ് ചെയ്യാം. cannot അല്ലെങ്കിൽ can't. ഓക്കെ, ഐ cannot, എനിക്ക് കഴിയില്ല എന്നാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഐ cannot എന്ത് കഴിയില്ല? ആശ്രയിക്കാൻ കഴിയില്ല. ഐ cannot rely on അല്ലെങ്കിൽ ഐ cannot depend on this car. ഇനി ആശ്രയിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നമ്മളിപ്പം പറഞ്ഞത് ഐ cannot rely on this car എന്നാണ്. എനിക്ക് ഈ കാറിനെ ആശ്രയിക്കാൻ കഴിയില്ല എന്നാണ്. ഇനി ആശ്രയിക്കാൻ കഴിയില്ല നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഐ cannot depend on this car അല്ലെങ്കിൽ ഐ cannot rely on this car anymore എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ആശ്രയിക്കാൻ കഴിയില്ല. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ anymore എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം. ഒരു പുതിയ കാറ് വാങ്ങാൻ ഞാൻ പണം മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു പുതിയ കാറ് വാങ്ങാൻ ഞാൻ പണം മാറ്റി വയ്ക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പുതിയ കാറിന് ന്യൂ കാർ എന്ന് പറയാം. അതുപോലെ തന്നെ വാങ്ങുക എന്നുള്ളതിന് ബൈ എന്ന് പറയാം. അതുപോലെ തന്നെ പണം എന്നുള്ളതിന് നമുക്ക് മണി എന്ന് പറയാം. ഈ മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? മാറ്റി വയ്ക്കുക എന്നുള്ളതിന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? നമുക്കൊന്നെങ്കിൽ ഇങ്ങനെ പറയാം, പുട്ടിങ് അസൈഡ് എന്ന് പറയാം. പുട്ടിങ് അസൈഡ് സം മണി എന്ന് പറയാം. കുറച്ച് പണം മാറ്റി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സേവിങ് സം മണി എന്ന് പറയാം. സേവ് ചെയ്യാന്ന് വെച്ചാൽ മാറ്റി വെക്കാൻ തന്നെയാണ് അർത്ഥം. സേവിങ് സം മണി, കുറച്ച് പണം മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരു പുതിയ കാറ് വാങ്ങാൻ ഞാൻ കുറച്ച് പണം മാറ്റി വെക്കുന്നുണ്ട്. നമുക്കിങ്ങനെ പറയാം, ഐ എം പുട്ടിങ് അസൈഡ് സം മണി അല്ലെങ്കിൽ ഐ എം സേവിങ് സം മണി ടു ബൈ എ ന്യൂ കാർ. ടു ബൈ എന്ന് പറയുമ്പോൾ എന്താ? വാങ്ങിക്കുവാൻ വേണ്ടി എന്നുള്ള അർത്ഥത്തിലാണ്. ടു ബൈ എ ന്യൂ കാർ. ഓക്കെ, അപ്പം ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഐ എം പുട്ടിങ് അസൈഡ് സം മണി ടു ബൈ എ ന്യൂ കാർ അല്ലെങ്കിൽ ഐ എം സേവിങ് സം മണി ടു ബൈ എ ന്യൂ കാർ എന്ന് പറയാം. ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം. ഞാൻ 2 വർഷം മുന്നേ പുകവലിക്കുന്നത് നിർത്തി. നമുക്ക് എന്തെങ്കിലും ഒരു ശീലം ഉണ്ട്, നമ്മൾ ആ ശീലം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. എന്നിട്ട് നമ്മൾ ആ ശീലം വേണ്ടാന്ന് വെക്കുകയാണ് അല്ലെങ്കിൽ നിർത്തുകയാണ് എന്ന് വിചാരിക്കാം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പുകവലിക്കുക, അല്ലെങ്കിൽ മദ്യപിക്കുക, അല്ലെങ്കിൽ പെപ്സി കുടിക്കുക, അല്ലെങ്കിൽ കോഫി കുടിക്കുക, ഇതൊക്കെ ഓരോരുത്തരുടെ ശീലങ്ങളാണ് അല്ലേ? അപ്പോൾ ഈ ശീലങ്ങൾ നിർത്തുമ്പോൾ നമുക്കതിന് ഗീവ് അപ്പ് ഓൺ സംതിങ് എന്ന് പറയാം. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ 2 വർഷം മുൻപേ പുകവലിക്കുന്നത് നിർത്തി എന്ന് എങ്ങനെ പറയാൻ പറ്റും എനിക്ക്? ഐ ഗേവ് അപ്പ് ഓൺ സ്മോക്കിംഗ് 2 years ago എന്ന് വെച്ചാൽ ഞാൻ സ്മോക്കിംഗ് നിർത്തി, വേണ്ടാന്ന് വെച്ചു, എൻ്റെ ഒരു ശീലം ഞാൻ വേണ്ടാന്ന് വെച്ചു. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗേവ് അപ്പ് ഓൺ സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ശീലം, നമ്മൾ ചെയ്തുകൊണ്ട് വന്നിരുന്ന ശീലം അത് നിർത്തുകയാണെങ്കിൽ നമുക്ക് ഗീവ് അപ്പ് ഓൺ എന്നിട്ട് ആ ശീലം പറയാം. ഓക്കെ, സോ ഇവിടെ ഞാൻ പുകവലിക്കുന്നത് 2 വർഷം മുൻപേ നിർത്തി എന്ന് അങ്ങനെ പറയാം. ഐ ഗേവ് അപ്പ് ഓൺ സ്മോക്കിംഗ് 2 years ago എന്ന് പറയാവുന്നതാണ്. ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. നീ നിന്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. നീ നിന്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ എക്സ്ട്രാ ശ്രദ്ധ കൊടുക്കണം. അതിപ്പോൾ പഠിത്തത്തിൽ, ആരോഗ്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ ശ്രദ്ധ കൊടുക്കണം എന്ന് പറയാനായിട്ട് നമുക്ക് ഫോക്കസ് ഓൺ എന്ന യൂസേജ് ഉപയോഗിക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക, നല്ല ശ്രദ്ധ കൊടുക്കുക. അപ്പം നീ നിന്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് എങ്ങനെ പറയാൻ പറ്റും നമുക്ക് ഇംഗ്ലീഷിൽ? യു ഷുഡ് ഫോക്കസ് ഓൺ യുവർ ഹെൽത്ത്. യു ഷുഡ് ഫോക്കസ് ഓൺ യുവർ ഹെൽത്ത്. ഇവിടെ നമ്മൾ
ഷുഡ് എന്ന വാക്ക് എന്തിനാണ് യൂസ് ചെയ്തത്? നീ ചെയ്യണം, അതായത് ഒരു നിർബന്ധമുള്ളൊരു കാര്യമാണ്, സ്ലൈറ്റ്ലി നിർബന്ധമുള്ളൊരു കാര്യം ആയതുകൊണ്ടാണ് നമ്മൾ യു ഷുഡ് എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് യു മസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ഹെൽത്ത് എന്നും പറയാം, അല്ലെങ്കിൽ യു ഷുഡ് ഫോക്കസ് ഓൺ യുവർ ഹെൽത്ത് എന്നും പറയാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ ഷുഡ് അല്ലെങ്കിൽ മസ്റ്റ് എന്ന വാക്കുകളാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിനി അടുത്ത സെന്റൻസ് നോക്കാം. ഞങ്ങൾ നാളെ സിനിമയ്ക്ക് പോവുകയാണ്, നീ കൂടെ വരുന്നോ? ഓക്കെ, അപ്പം നമ്മൾ നാളെ സിനിമയ്ക്ക് പോവുകയാണ്, ഞങ്ങൾ നാളെ സിനിമയ്ക്ക് പോവുകയാണ്, നീ കൂടെ വരുന്നോ എന്നൊരാളെ നമ്മൾ വിളിക്കുകയാണ്. നിനക്ക് വരാൻ താല്പര്യമുണ്ടോ, നീ കൂടെ വരുന്നോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരാളെ കൂടെ വിളിക്കുകയാണ്, നീ കൂടെ വരുന്നോ, എവിടെയെങ്കിലും പോവുമായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോവുമായിരിക്കും, അപ്പം നിനക്ക് താല്പര്യമുണ്ടോ, ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഡു യു വോണ്ട് ടു കം അലോങ് എന്ന ഫ്രേസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡു യു വോണ്ട് ടു കം അലോങ്. കം അലോങ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? കൂടെ വരാൻ താല്പര്യമുണ്ടോ, ഞങ്ങളുടെ ഒപ്പം വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കം അലോങ് എന്ന ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ഞങ്ങൾ നാളെ സിനിമയ്ക്ക് പോവുകയാണ്, അത് നമുക്ക് ആദ്യം പറയാം. ഞങ്ങൾ നാളെ സിനിമയ്ക്ക് പോവുകയാണെന്ന് എങ്ങനെ പറയും? വി ആർ ഗോയിങ് ടു ദ മൂവീസ് ടുമോറോ. ടു ദ മൂവീസ് എന്ന് പറഞ്ഞാൽ സിനിമ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണെന്നുള്ള അർത്ഥത്തിലാണ് ടു ദ മൂവീസ് എന്ന് പറയുന്നത്. വി ആർ ഗോയിങ് ടു ദ മൂവീസ് ടുമോറോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് എന്ന് പറയാനായിട്ട് നമ്മൾ ഗോയിങ് എന്നുള്ള ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാം. ഉദാഹരണത്തിന്, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്, ഐ എം ഗോയിങ് ടു ഹാവ് ഫുഡ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് എന്ന് പറയാനായിട്ട് ഗോയിങ് യൂസ് ചെയ്യാം. അപ്പം ഞങ്ങൾ നാളെ സിനിമയ്ക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ സിനിമയ്ക്ക് പോവുകയാണെന്ന് എങ്ങനെ പറയാം? വി ആർ ഗോയിങ് ടു ദ മൂവീസ് എന്ന് പറയാം. ഇനി നിനക്ക് കൂടെ വരണോ എന്ന് ചോദിക്കാൻ എങ്ങനെ ചോദിക്കാൻ പറ്റും? ഡു യു വോണ്ട് ടു കം അലോങ്. ഈ കം അലോങ് നമ്മൾ എന്തുകൊണ്ടാണ് യൂസ് ചെയ്തത്? ഒരാൾ നമ്മൾ കൂടെ വരുന്നു എന്ന് ചോദിക്കുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ കം അലോങ് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത എക്സാമ്പിൾ നോക്കാം. അവൻ അടുത്ത ആഴ്ച കാനഡയ്ക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ വേറൊരു ഭാഷാ ശൈലിയുണ്ട്, അതായത് അവൻ അടുത്ത ആഴ്ച കാനഡയിലേക്ക് പറക്കുകയാണെന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ഞാൻ അടുത്ത വർഷം കാനഡയിലേക്ക് പറക്കും എന്നൊക്കെ പറയും. അപ്പം ഇതുപോലെ ഇംഗ്ലീഷിലൊരു യൂസേജ് ഉണ്ട്. അപ്പം കാനഡയിലോട്ട് പോകാൻ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പ്ലെയിനിലാണ് പോകുന്നത്, എയറോപ്ലെയിനിലാണ് പോകുന്നത് അല്ലേ? അപ്പം ഇത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈ ഒരു ഫ്രേസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇംഗ്ലീഷിൽ? ഇങ്ങനെ പറയാം, ഹി ഈസ് ഫ്ലൈയിങ് ഓഫ് ടു കാനഡ നെക്സ്റ്റ് വീക്ക്. ഹി ഈസ് ഫ്ലൈയിങ് ഓഫ് ടു കാനഡ നെക്സ്റ്റ് വീക്ക്. അവൻ അടുത്ത ആഴ്ച കാനഡയിലേക്ക് പോവുകയാണ്. ഇവിടെ ഫ്ലൈയിങ് ഓഫ് ടു കാനഡ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഒരു പ്ലെയിനിലായിരിക്കും ആൾ കാനഡയിൽ പോകുന്നത്, പറക്കുകയാണ്. അതിൻ്റെ ആ ഒരു അർത്ഥം കാണിക്കാനാണ് ഫ്ലൈയിങ് ഓഫ് ടു കാനഡ എന്ന് പറയുന്നത്. ആള് ഷിപ്പിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ ഹീസ് ഫ്ലൈയിങ് ഓഫ് ടു കാനഡ എന്നല്ല. ഒരു പ്ലെയിനിലാണ് പോകുന്നതെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഹീസ് ഫ്ലൈയിങ് ഓഫ് ടു കാനഡ നെക്സ്റ്റ് വീക്ക്. ഓക്കെ, അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. എനിക്ക് അവിടെ എത്താൻ 1 മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ. അപ്പം ഈ ഒരു സെന്റൻസിൽ എന്താ പറയുന്നത്? 1 മണിക്കൂർ മാത്രമേ എനിക്ക് ഈ സ്ഥലത്തോട്ട് എത്താനായിട്ട് എടുത്തുള്ളൂ. അപ്പം ഇത് നമുക്ക് എങ്ങനെ പറയാം? അപ്പം ആദ്യം നമ്മൾ പറയുന്നത് 1 മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ എന്നുള്ളത് നമ്മൾ ആദ്യം പറയണം. ഇതെങ്ങനെ പറയാൻ പറ്റും? ഇറ്റ് ഓൺലി ടുക്ക് മീ 1 hour. 1 മണിക്കൂർ മാത്രമേ എനിക്ക് എടുക്കേണ്ടി വന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഇറ്റ് ഓൺലി ടുക്ക് മീ 1 hour. എന്തിന്? ടു ഗെറ്റ് ദെയർ. അതായത് അവിടെ എത്താൻ എനിക്ക് 1 മണിക്കൂർ മാത്രമേ എടുക്കേണ്ടി വന്നുള്ളൂ. അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. ഇവിടെ ഗെറ്റ് ദെയർ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റീച്ച് ദെയർ എന്നും യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ അവിടെ എത്താൻ എന്നുള്ള രീതിയിലാണ് ഗെറ്റ് ദെയർ എന്നുള്ളത് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് റീച്ച് ദെയർ, അറൈവ് ദെയർ എന്ന് പറയാം, പക്ഷെ കം ദെയർ എന്ന് പറയരുത്. അവിടെ എത്താൻ എന്നുള്ളതിന് ഒന്നെങ്കിൽ റീച്ച് ദെയർ പറയാം, അല്ലെങ്കിൽ ഗെറ്റ് ദെയർ പറയാം, അല്ലെങ്കിൽ അറൈവ് ദെയർ പറയാം, പക്ഷെ കം ദെയർ എന്നുള്ള വാക്ക് യൂസ് ചെയ്യരുത്. ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. നിങ്ങൾ എൻ്റെ കണ്ണട എവിടെയെങ്കിലും കണ്ടിരുന്നോ? നിങ്ങൾ എൻ്റെ കണ്ണട എവിടെയെങ്കിലും കണ്ടിരുന്നോ? ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും? അപ്പോൾ ഇവിടെ നമ്മുടെ കണ്ണട, ഞാനിപ്പോൾ എൻ്റെ കണ്ണട ഞാൻ എവിടെ ഊരി വെച്ചിട്ട് മറന്നുപോയി, എന്നിട്ട് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നോ എന്നുള്ളത്. അപ്പോൾ അത് പ്രസൻറ്റിലാണ് നടക്കുന്നത് അല്ലേ? ഇപ്പം നടക്കുന്നൊരു കാര്യമാണ്. അപ്പം നമുക്ക് എങ്ങനെ ചോദിക്കാം? ഹാവ് യു സീൻ മൈ സ്പെക്ടക്കിൾസ് എന്ന് വെച്ചാൽ എൻ്റെ കണ്ണട നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിരുന്നോ? ഓക്കെ, ഹാവ് യു സീൻ മൈ സ്പെക്ടക്കിൾസ് എനിവെയർ. എവിടെയെങ്കിലും കണ്ടിരുന്നോ? ആളുകൾക്ക് ഗ്ലാസ് എന്ന് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം, ഗ്ലാസസ് എന്ന് ചോദിക്കാം. ഹാവ് യു സീൻ മൈ ഗ്ലാസസ് എനിവെയർ എന്ന് ചോദിക്കാം, അതും ശരിയാണ് കേട്ടോ. സ്പെക്ടിക്കിൾസ് എന്ന് യൂസ് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചുകൂടി നല്ലത് ഗ്ലാസസ് എന്നുള്ളത് യൂസ് ചെയ്യുന്നതാണ്. ഹാവ് യു സീൻ മൈ ഗ്ലാസസ് എനിവെയർ. ഹാവ് യു സീൻ മൈ ഗ്ലാസസ് എനിവെയർ എന്ന് വെച്ചാൽ എൻ്റെ കണ്ണട നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിരുന്നോ എന്നാണ് ചോദിക്കുന്നത്.
ഇനി ഇതേപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ കണ്ടിരുന്നോ എന്ന് ചോദിക്കാനായിട്ട്, നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കണ്ടിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ, അതിപ്പം മൊബൈൽ ഫോൺ ആകാം, ബുക്ക് ആകാം, പെൻസിലാകാം, പേനയാകാം, കണ്ടിരുന്നോ എന്ന് ചോദിക്കാനായിട്ട് ഹാവ് യു സീൻ എന്ന ഫ്രേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മൊബൈൽ ഫോൺ ആണെങ്കിൽ ഹാവ് യു സീൻ മൈ മൊബൈൽ ഫോൺ എനിവെയർ, അല്ലെങ്കിൽ പെൻസിൽ ആണെങ്കിൽ ഹാവ് യു സീൻ മൈ പെൻസിൽ എനിവെയർ എന്ന് ചോദിക്കാം. അടുത്ത സെൻറ്റൻസ്, ഇത് കേട്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു. ഇത് കേട്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു. സാധാരണഗതിയിൽ നമ്മൾ ചുറ്റി വളഞ്ഞ് വാട്ട് ഡു യു തിങ്ക് അല്ലെങ്കിൽ വാട്ട് ഡു യു ഫീൽ ആഫ്റ്റർ ഹിയറിംഗ് ദിസ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അത് പക്ഷെ ചുറ്റി വളഞ്ഞ് മൂക്കി പിടിക്കുന്നത് പോലെ ആവാം. അതിന് പകരം നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഹൗ ഡസ് ദാറ്റ് സൗണ്ട് ടു യു. ഹൗ ഡസ് ദാറ്റ് സൗണ്ട് ടു യു. ഇത് കേട്ടിട്ട് നിനക്ക് എന്താണെന്നാണ് തോന്നുന്നത്. ഹൗ ഡസ് ദാറ്റ് സൗണ്ട് ടു യു. ഗ്രാമാറ്റിക്കലി നമ്മൾ നോക്കുമ്പം ഒരു വാലും തുമ്പ് കിട്ടില്ല, പക്ഷെ ദിസ് ഇസ് എ വെരി ഗുഡ് ഫ്രേസ്, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഈ ഒരു അർത്ഥത്തിനെ ഡെലിവർ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അല്ലെങ്കിൽ നിനക്ക് എന്ത് തോന്നുന്നു ചോദിക്കാനായിട്ട് ഹൗ ഡസ് ദാറ്റ് സൗണ്ട് ടു യു. ഹൗ ഡസ് ദാറ്റ് സൗണ്ട് ടു യു എന്ന ഫ്രേസ് എന്ന ക്വസ്റ്റ്യൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന 10 സിമ്പിൾ മലയാളം സെൻറ്റൻസസിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സെൻറ്റൻസസ് പഠിച്ചു. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ സെൻറ്റൻസസിലല്ല, ആ യൂസേജിനാണ്. നമ്മൾ ഓരോ വാക്കിൻ്റെ യൂസേജ് പഠിച്ചില്ലേ, ആ യൂസേജിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ സെൻറ്റൻസസിൽ ഡൗട്ട്സ് ഉണ്ട്, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും, അങ്ങനത്തെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി കോമെൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഞങ്ങൾ ഉറപ്പായിട്ട് അതിന് മറുപടി നൽകുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ നമുക്ക് ഈ വീഡിയോസ് കാണുന്നതിലൂടെ കുറേ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കാൻ പറ്റും. പക്ഷേ സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ അത് നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സസാണ് നമ്മൾ ഇംഗ്ലീഷ് മിത്രയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് തുറന്ന് പറഞ്ഞ് അതനുസരിച്ചുള്ളൊരു കോഴ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആപ്റ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ ഫാബുലസ് ഡേ. English Mithra. Stop worrying, start learning.